നമസ്കാരം. ശ്രീവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയവും അന്താരാഷ്ട്രവുമായ ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീവിഷൻ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഈ രണ്ടാം പട്ടികയിൽ ആകെ 39 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തര കേരളത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ അശ്വിനി ML, കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരിയിൽ AV സനിൽകുമാർ, തളിപ്പറമ്പയിൽ N ഹരിദാസ്, ധർമ്മടത്തിൽ K രഞ്ജിത്ത്, തലശ്ശേരിയിൽ O നിധീഷ്, കുത്തുപറമ്പയിൽ അഡ്വക്കേറ്റ് ഷിജിലാൽ, മട്ടന്നൂരിൽ ബിജു എലക്കുഴി, വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ പ്രശാന്ത് മലവയൽ, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ P സുബ്രഹ്മണ്യൻ, ഏറനാടിൽ അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ്, മഞ്ചേരിയിൽ പത്മശ്രീ M, പെരിന്തൽമണ്ണയിൽ അഡ്വക്കേറ്റ് KP ബാബുരാജ്, മങ്കടയിൽ ലിജോയ് പോൾ, മലപ്പുറത്ത് അശ്വതി ഗുപ്ത കുമാർ, വേങ്ങരയിൽ ജയകൃഷ്ണൻ VN, വള്ളിക്കുന്നിൽ M പ്രേമൻ മാസ്റ്റർ, തിരൂരങ്ങാടിയിൽ റിജു C രാഘവ്, താനൂരിൽ ദീപ പുഴക്കൽ, തിരൂരിൽ K നാരായണൻ മാസ്റ്റർ, മധ്യകേരളത്തിൽ പാലക്കാട് ജില്ലയിൽ തവനൂരിൽ രവി തലത്ത്, തൃത്താലയിൽ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പട്ടാമ്പിയിൽ അഡ്വക്കേറ്റ് P മനോജ്, കൊങ്കാടിൽ രേണു സുരേഷ്, തരൂരിൽ സുരേഷ് ബാബു, ചിറ്റൂരിൽ പ്രണേഷ് രാജേന്ദ്രൻ, ആലത്തൂരിൽ KV പ്രസന്നകുമാർ, തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, വടക്കാഞ്ചേരിയിൽ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഒല്ലൂരിൽ ബിജോയ് തോമസ്, നാട്ടികയിൽ CC മുകുന്ദൻ, പുതുക്കാടിൽ A നാഗേഷ്, എറണാകുളം ജില്ലയിൽ ആലുവയിൽ MA ബ്രഹ്മരാജ്, പറവൂരിൽ വത്സല പ്രസന്നകുമാർ, എറണാകുളത്ത് PR ശിവശങ്കർ, തെക്കൻ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ B രാധാകൃഷ്ണൻ മേനോൻ, ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയിൽ MJ ജോബ്, പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, കൊല്ലം ജില്ലയിൽ കുണ്ടറയിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, കൊല്ലത്തിൽ ഡോക്ടർ N പ്രതാപ് കുമാർ. ഇതോടെ BJP ആദ്യവും രണ്ടാം ഘട്ട പട്ടികകളും ചേർത്ത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന നിലയിലേക്ക് കടക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കായി ശ്രീവിഷൻ ന്യൂസ് തുടർന്നും കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതാൻ മറക്കരുത്.